രാജ്യതലസ്ഥാനമായ ഡൽഹി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ വായു മലിനീകരണത്തിന് പിന്നിലെ കാരണങ്ങൾ നിരത്തി മുൻ DGPയും BJP നേതാവുമായ TP സെൻകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പങ്കുവച്ച കുറിപ്പിലാണ് മലിനീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ഡൽഹിയിലെ മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഗൾഫ് മേഖലയിൽ നിന്നുള്ള പൊടിക്കാറ്റാണെന്നാണ് സെൻകുമാറിന്റെ പ്രധാന നിരീക്ഷണം. ഇറാഖ്, സൗദി അറേബ്യ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ശക്തമായ പൊടിക്കാറ്റുകൾ ഇതിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ രാജ്യങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ ഉയർന്ന പാളികളിലൂടെ സഞ്ചരിക്കുന്ന പൊടിപടലങ്ങൾ വടക്കേ ഇന്ത്യയിലെത്തുന്നു. ശൈത്യകാലത്ത് ഈ പൊടിപടലങ്ങൾ നീങ്ങിപ്പോകാതെ അന്തരീക്ഷത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്നതാണ് സ്ഥിതി വഷളാക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം ഉത്തരേന്ത്യയിൽ ശൈത്യകാലത്ത് വായുവിന്റെ ചലനം കുറവായിരിക്കും. ഈ സാഹചര്യത്തിൽ പുറത്തുനിന്നെത്തുന്ന പൊടിപടലങ്ങൾ പ്രാദേശികമായ മലിനീകരണവും ഒത്തുചേരുമ്പോൾ ഡൽഹി ഒരു പുകക്കൂട്ടിൽ എന്ന പോലെ ശ്വാസം മുട്ടുന്നു. അയൽ സംസ്ഥാനങ്ങളായ ഹരിയാനയിലും പഞ്ചാബിലും കർഷകർ വിളവെടുപ്പിന് ശേഷം വൈക്കോൽ കത്തിക്കുന്നതും വായു മലിനീകരണത്തിന്റെ മറ്റൊരു പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഓരോ വർഷവും ശൈത്യകാലത്തിന്റെ തുടക്കത്തിൽ ഇത് വലിയ ചർച്ചയാകാറുണ്ട്. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന വാഹന പെരുപ്പമാണ് മറ്റൊരു വില്ലൻ. ലക്ഷക്കണക്കിന് വാഹനങ്ങളിൽ നിന്നുള്ള പുക വായുവിന്റെ ഗുണനിലവാരം വൻതോതിൽ കുറയ്ക്കുന്നു. വായുവിലെ വിഷാംശം കൂടാൻ ഇത് കാരണമാകുന്നുണ്ട്. തലസ്ഥാന നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടക്കുന്ന നിർമ്മാണങ്ങൾ വായു മലിനമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു.